മറ്റുള്ളവർ ഓടുമ്പം നിങ്ങളെവിടെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിൽ അവൻ ഇതായി, അപ്പുറത്തെ വീട്ടിൽ ആ കൊച്ചിങ്ങനെയായി, നീ എവിടെ എത്തിയെന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. എല്ലാവർക്കും എപ്പോഴും എന്തൊക്കെയൊക്കെയോ നേടാനുണ്ട്, എവിടേക്കോ എത്താനുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡൊന്ന് തുറന്നാൽ മാത്രം മതി. അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് എവിടെ എത്തിയില്ലല്ലോ എന്നൊരു തോന്നൽ വരും. ശരിയല്ലേ? പക്ഷെ എല്ലാവർക്കും ഒരേ വേഗതയിൽ ഓടാൻ പറ്റുമോ? ചില ചെടികൾക്ക് പെട്ടെന്ന് പൂക്കളുണ്ടാവും, ചിലതിന് കുറച്ച് സമയമെടുക്കും. എന്ന് വെച്ചിട്ട് വൈകി പൂക്കുന്ന ചെടീൻ്റെ പൂവിന് സൗന്ദര്യം കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കൊള്ളൂലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നോക്കും. ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് എന്നുള്ളത് മാത്രമാണ്. രാവിലെ ബെഡിൽ നിന്ന് എണീറ്റു, ഇച്ചിരി ചായ കുടിച്ചു, മര്യാദയ്ക്ക് കുക്ക് ചെയ്തിട്ട് പോലില്ല, ഉള്ളത് എന്തൊക്കെയോ കഴിച്ചു. പക്ഷെ എനിക്കിന്ന് അത്രയും മതിയെന്ന് തോന്നി. ചിലപ്പോൾ അത്രയൊക്കെ മതി. എപ്പോഴും നമ്മളെ വിജയങ്ങൾ മറ്റൊരാൾ കാണാൻ വേണ്ടിയല്ല, മറ്റൊരാളല്ല നമ്മളെ വിജയത്തിൻ്റെ അളവുകൾ ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് നേടിയെടുത്ത സമാധാനം, പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ ചെറിയൊരു പുഞ്ചിരി, അതായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ വേഗത നമ്മുടെ മാത്രം വേഗതയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം, അതിൽ നമ്മൾ അഭിമാനിക്കണം. അല്ലാതെ മറ്റുള്ളവർ ചെയ്തത് കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് ഡിപ്രഷൻ അടിച്ച് ചുമ്മാ ഡിപ്രഷൻ അടിക്കാൻ നിൽക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ ബനാന ടോക്ക്.